അടുത്തിട്ട് നോക്കാൻ പോകുന്നത് ഇതിൽ എഡിറ്റ് ഡിലീറ്റ് ഓപ്പറേഷൻസ് ആണ്. എഡിറ്റ് ഡിലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡേറ്റയും അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഈ 2018 മൂവിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് ആ വാല്യൂ മാത്രമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. അതേപോലെ ഇപ്പം ഇതിനകത്ത് ഇയർ തെറ്റാണ്. ഈ 2018 എന്ന് പറയുന്ന മൂവി ഡേറ്റയിൽ നമ്മൾ നോക്കുമ്പോൾ ഇയർ കിടക്കുന്നത് 1290. നമുക്ക് 2023 ചേഞ്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എഡിറ്റ് ഓപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ഡിലീറ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു പർട്ടിക്കുലർ റെക്കോർഡിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു റെക്കോർഡിലെ വാല്യൂ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റെക്കോർഡിലെ ഡേറ്റ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടിയത്. നമുക്കിത് സാധാരണ ഒരു ഡേറ്റാ ബേസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഡേറ്റാ ബേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം ചെയ്തിട്ടുണ്ടാവും സെലക്ട് സ്റ്റാർ ഫ്രം മൂവി ഡീറ്റെയിൽസ് വെയർ ID = എന്ന് പറഞ്ഞ ഒരു പ്രൈമറി കീ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ആ ഡേറ്റ ഫെച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷനിലോ അത് തന്നെയാണ്. നമുക്ക് ഈ ടേബിളിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ മാത്രമായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഡേറ്റയാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രൈമറി കീ കിട്ടേണ്ടതുണ്ട് അല്ലേ. ഇപ്പം നമ്മളുടെ നമ്മളുടെ കഴിഞ്ഞ നേരത്തെ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഷെൽ കമാൻഡ് പറയുന്ന സമയത്ത് കാണിച്ചിരുന്നു. ഒറ്റ ഡേറ്റയായിട്ട് റിട്രീവ് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് യൂസ് ചെയ്യും? ID യൂസ് ചെയ്തിട്ടാണ് ആ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഡേറ്റ മാത്രം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് യൂസർ ക്ലിക്ക് ചെയ്തത് ഏത് റെക്കോർഡ്സിന് അഗെയിൻസ്റ്റ് ആണ് ആ റെക്കോർഡിൻ്റെ പ്രൈമറി കീ വാല്യൂ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയുണ്ട്. ആദ്യമായിട്ട് നമ്മൾ എല്ലാ റെക്കോർഡ്സിനെ അഗെയിൻസ്റ്റ് ഒരു ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹൈപ്പർ ലിങ്ക് ഇടുവാണ്. അതിനായിട്ട് ഞാൻ നേരെ ഇവിടെ എത്തി, ലിസ്റ്റിലൊരു ഇതുകൂടെ ആഡ് ചെയ്യുകയാണ്, ഒരു ഹെഡർ കൂടെ ആഡ് ചെയ്തു. ജസ്റ്റ് എഡിറ്റ് ഡിലീറ്റ്. ഓക്കെ, എന്നിട്ട് അതിന് താഴെ നേരെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ ലിസ്റ്റിൽ നമ്മൾ ചെയ്തത് ഒരു ഫോർ ലൂപ്പിൽ ഐട്രേറ്റ് ചെയ്ത് ആ ഡേറ്റ മുഴുവൻ കാണിക്കുമായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. ആ ഫോർ ലൂപ്പിൻ്റെ അവസാനം നമ്മളൊരു TD ആഡ് ചെയ്തു. അതിനകത്ത് എഴുതി href എഡിറ്റ് അതുപോലെ തന്നെ ഡിലീറ്റ്. ഓക്കെ എഡിറ്റ് ഡിലീറ്റ്. ഓക്കെ, അതായത് നമ്മളൊരു എഡിറ്റ് ഡിലീറ്റിന് വേണ്ടി ഒരു ബട്ടൺ കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഈ എഡിറ്റ് എന്ന് പറയുന്നതിൽ ശരിക്കും ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ റെക്കോർഡിൻ്റെ പ്രൈമറി കീ നമുക്ക് പാസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. നമ്മൾ നേരെ urls.py വരുന്നു. ഇവിടെ നമ്മൾ ഈ എഡിറ്റ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലേ. ഓക്കെ, ഈ എഡിറ്റ് ഫംഗ്ഷനിൽ നമുക്ക് റിക്വസ്റ്റിനൊപ്പം യൂസറിൻ്റെ പ്രൈമറി കീയുടെ പാസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വെറുതെ ഇവിടെ PK എന്നിടുന്നു. അതുപോലെ ഡിലീറ്റിൻ്റെ ഫംഗ്ഷൻ എഴുതുവാണ്. ജസ്റ്റ് ലിസ്റ്റ് കോപ്പി ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ ഡിലീറ്റ് എന്ന് ഇട്ടേക്കുവാണ്. അല്ല, നമുക്ക് കണ്ടൻറ്റ് എഴുതാം. തൽക്കാലം ഞാൻ ലിസ്റ്റ് കോപ്പി ചെയ്തിട്ടു, അവിടെ ഡിലീറ്റ് എന്നിട്ടു, പ്രൈമറി കീ കിട്ടും. ഓക്കെ, ഇപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഇവിടുത്തെ URL മാറി. റിഫ്രഷ് ചെയ്യുമ്പോൾ റിഫ്രഷ് കൊടുത്തു. ഇനി അത് നേരെ നമ്മുടെ urls.py വാങ്ങി. ഇവിടെ ഞാൻ എഡിറ്റിൻ്റെ ഇവിടെ പ്രൈമറി കീയുടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിന് വേണ്ടി നമ്മളിങ്ങനെ എഡിറ്റ് കഴിഞ്ഞ ശേഷം ഈ ഒരു ടാഗിൽ നമ്മുടെ എലമെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഇതേപോലെ ഈ ഗ്രേറ്റർ ദാൻ ഇത് വരുന്ന ഈ ടാഗിൽ PKയും കൂടെ. ഓക്കെ, അതായത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് യൂസറിൻ്റെ നിന്ന് നമുക്ക് ഇൻപുട്ട് ചെയ്ത് ഈ പ്രൈമറി കീ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഇവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഒരു എക്സെപ്ഷൻ വന്നു.
എക്സെപ്ഷൻ എന്തെന്ന് വായിച്ചു കഴിയാം. റിവേഴ്സ് ഫോർ എഡിറ്റ് വിത്ത് നോ ആർഗ്യുമെൻറ്റ് നോട്ട് ഫൗണ്ട്. അതായത് നമുക്ക് URL വഴി ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഈ ഒരു ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു URL എപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്താണോ മാച്ച് ചെയ്യുന്ന പാറ്റേൺ, ആ മാച്ച് ചെയ്യുന്ന പാറ്റേൺ അഗെയിൻസ്റ്റാണ്. ഇവിടെ നമ്മൾ URL കൊടുത്തിരിക്കുന്നത് edit/pk എന്ന് പറഞ്ഞാണ്. അതായത് എഡിറ്റ് കഴിഞ്ഞ് ഒരു സ്ലാഷ് കഴിഞ്ഞ് ഒരു പ്രൈമറി കീ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഈ URL വരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ മെനുവിൽ URL കിടക്കുന്നത്, ഇപ്പോൾ എക്സെപ്ഷൻ അടിച്ചിരിക്കുന്നത് നോക്കി അറിയാം. ഓക്കെ, ഈ URLൻ്റെ ഒരു എക്സെപ്ഷനാണ് ഇത്. കണ്ടോ, എറർ അറ്റ് ലൈൻ നമ്പർ 4. അതായത് ഇവിടെ URL എഡിറ്റ് എന്നേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ശരിക്കും ഈ URL എഡിറ്റ് മാച്ച് ചെയ്യുന്ന പാറ്റേൺ ഇവിടെ ഇല്ല. ഇവിടെ മാച്ച് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ edit/primary key. ഒരു പ്രൈമറി കീ വാല്യൂ കൂടെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവിടെ മാച്ച് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലിസ്റ്റിൽ വരുന്നു. ലിസ്റ്റ് നമ്മളിവിടെ ഓക്കെ, ഈ മെനുവിൽ തൽക്കാലം ഇപ്പോൾ ഈ എഡിറ്റ് വേണ്ട, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഓരോ റെക്കോർഡിന് അഗെയിൻസ്റ്റുമാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റെക്കോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇത് ഓക്കെ, എക്സെപ്ഷൻ മാറി. ഇനി നമ്മൾ ഈ എഡിറ്റ് ഇവിടെ ആക്കുവാണ്. അതിന് വേണ്ടി നമ്മൾ നേരെ ലിസ്റ്റിൽ വന്നു. ലിസ്റ്റിൽ നമ്മൾ URL ഒന്നും കൊടുത്തിട്ടില്ല. ഹൈപ്പർ ലിങ്കിൻ്റെ അത് empty string ആയിട്ട് കിടക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. നേരത്തെ നമ്മൾ URL ടാഗ് പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു വെറുതെ ഒരു URL എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എഡിറ്റ്. ഓക്കെ, അതായത് ഇങ്ങനെ ചെയ്താൽ മതി. URL എഡിറ്റ്. ഇവിടെ നമ്മൾ എന്ത് കീ ആണോ പാസ് ചെയ്യുന്നത് ആ കീ, ഇപ്പം നമുക്ക് കീ കിട്ടുന്നത് MovieObj വഴി അല്ല MovieObj.id എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രൈമറി കീ ആയിരിക്കും അവിടെ വരുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് വ്യൂവിലെ ലിസ്റ്റ് ഫംഗ്ഷനകത്ത് നമ്മൾ കംപ്ലീറ്റ് മൂവി ഇൻഫോയുടെ ഒബ്ജക്റ്റുകൾ ഗെറ്റ് ചെയ്തു. ആ ഗെറ്റ് ചെയ്ത ഒബ്ജക്ട്സിനെ നമ്മൾ നേരെ പാസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. list.html റെൻഡർ ചെയ്യാൻ വേണ്ടി പാസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഈ മൂവീസ് എന്ന് പറയുന്ന ഈ ഡിക്ഷണറിക്കകത്ത് കംപ്ലീറ്റ് മൂവി ഡേറ്റ ഉണ്ട്. അതിൽ കംപ്ലീറ്റ് മൂവി ഡേറ്റ എന്ന് വെച്ചാൽ മൂവിയുടെ എല്ലാ പ്രോപ്പർട്ടീസും, ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷനും ഒപ്പം അതിൻ്റെ ID ഉണ്ട്. നമുക്ക് ആ ID കിട്ടാൻ വേണ്ടി വെറുതെ ഇങ്ങനെ കൊടുത്താൽ മതി. URL കൊടുക്കുക. അതിനുശേഷം എഡിറ്റ്, ഏത് URLിലേക്കാണോ ID ഇട്ട് കൊടുക്കേണ്ടത് MovieObj.id. ഇപ്പോൾ നിങ്ങളിങ്ങനെ കൊടുത്തു. ഇനി റിഫ്രഷ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങളിപ്പോൾ എഡിറ്റ് ബട്ടൺ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് അറിയാം എന്താണ് അവിടെ hrefൽ വാല്യൂ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, edit/1. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം edit/2. അതായത് ഓരോ റെക്കോർഡ്സിൻ്റെയും പ്രൈമറി കീ ആ എഡിറ്റ് URLുമായിട്ട് അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്തിരിക്കുന്നത് ഇതേപോലെ. അതുപോലെ നമുക്ക് ഡിലീറ്റിനും അതേപോലെ തന്നെ കൊടുക്കാം. ഓക്കെ, സേവ്, ഡിലീറ്റ് MovieObj.id. ഇപ്പോൾ URLസിനകത്ത് നമ്മൾ ഡിലീറ്റിൻ്റെയും കൂടെ എഴുതുകയാണ്. നേരത്തെ എഡിറ്റിൻ്റെ മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഡിലീറ്റിൻ്റെയും കൂടെ പാത്തിട്ട് ഓക്കെ. അതിനുശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, delete is not a valid function or pattern name. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ വ്യൂവിനകത്ത് ഓക്കെ, അതിന് റീസൺ എന്ന് വെച്ചാൽ നമ്മളിവിടെ എഡിറ്റ് എന്നുള്ള നെയിം ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് URL ഇൻഡെക്സിനകത്ത്
നേരത്തെ ഞാൻ പറഞ്ഞു പാത്ത് സ്പെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നെയിം പറഞ്ഞെടുക്കണം. ഞാൻ നെയിം എഡിറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. വീണ്ടും റിഫ്രഷ്. ഓക്കെ, ഇപ്പോൾ ഈ എഡിറ്റിൻ്റെ URL വന്നു, ഡിലീറ്റിൻ്റെയും വന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഇതാണ്. നമ്മൾ 2 ഹൈപ്പർ ലിങ്ക് എഡിറ്റിനും ഡിലീറ്റിനും വേണ്ടി നമ്മുടെ ലിസ്റ്റ് ടേബിളിൽ ആഡ് ചെയ്തു. ഇനി ഈ എഡിറ്റിനൊപ്പം നമ്മൾ ആ റെക്കോർഡിൻ്റെ പ്രൈമറി കീ ഇതെങ്ങനെ പാസ് ചെയ്തു. അതിന് വേണ്ടി നമ്മുടെ URL ടാഗാണ് യൂസ് ചെയ്ത്. URL ടാഗിനകത്ത് നോർമലി ഉള്ള ആ URLൻ്റെ നെയിമും ഒപ്പം പ്രൈമറി കീ അത് ആ records.id കൊടുത്ത് movieobj.id കൊടുത്ത് ആ പ്രൈമറി കീയുടെ പാസ് ചെയ്തു. qrs.py ഇതേപോലെ നമ്മൾ ഇവിടെ PK എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈ പാസ് ചെയ്യുന്ന വാല്യൂ നമ്മുടെ ഈ റിക്വസ്റ്റിൻ്റെ PKയിൽ വരും. ഓക്കെ, നമുക്ക് വേണം ഈ URL എഴുതുന്ന സമയത്ത് ഇതേപോലെ സ്ലാഷ് ഇട്ട് വേണേൽ 2 വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ പാസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പല പാറ്റേൺസ് കൊടുക്കാൻ പറ്റും. ഇത് നമ്മളിനി ചെയ്തു പോകുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാം. ഓക്കെ, ആദ്യം നമുക്ക് എളുപ്പം ഡിലീറ്റ് ഒന്ന് നോക്കാം. ഡിലീറ്റ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡിലീറ്റ് ഞാൻ നേരത്തെ ലിസ്റ്റ് കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് ആ ലിസ്റ്റ് അത് ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇൻസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് ആണോ യൂസർ ക്ലിക്ക് ചെയ്യുന്നത് അത് കിട്ടണം. ഏത് ഇൻസ്റ്റൻസിലാണോ യൂസർ ക്ലിക്ക് ചെയ്തത് അത് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ വെറുതെ ഇതൊരു വേരിയബിൾ നെയിമാണ് ഇൻസ്റ്റൻസ് എന്നുള്ളത്. മൂവി ഇൻഫോ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഡോട്ട് ഓക്കെ PK ഇങ്ങനെ കൊടുത്തു. അതായത് ഇവിടെ ചെയ്തിരിക്കുന്നത് മൂവി ഇൻഫോയുടെ ഒബ്ജക്ട്സുകളിൽ നിന്ന് ഈ യൂസർ പാസ് ചെയ്ത പ്രൈമറി കീ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഗെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ഇൻസ്റ്റൻസ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, വെറുതെ ഇൻസ്റ്റൻസ് ഡോട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു ഇൻസ്റ്റൻസ് ഗെറ്റ് ചെയ്യുന്നു, ആ പ്രൈമറി കീ ഉള്ള ഇൻസ്റ്റൻസ് ഗെറ്റ് ചെയ്യുന്നു, അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പം ചെയ്തിരിക്കുന്നത് നേരെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇൻറ്റു ദ വൈൽഡ് എന്നുള്ളത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻറ്റു ദ വൈൽഡ് റെക്കോർഡ്സ് ഇവിടുന്ന് പോയി. ഇപ്പോൾ ഇവിടെ താഴത്തെ SS ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, SS പോയി. ചെയ്തിരിക്കുന്ന സംഭവം ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ 11 എന്ന് പറയുന്ന ID ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു, നമ്മുടെ സെർവറിലേക്ക് പാസ് ചെയ്യുന്നു. അത് ഈ PKയിൽ വരുന്നു. ആ PKയിൽ ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്ന മൂവി ഇൻഫോ ഒബ്ജക്ട്സിൽ നിന്ന് 11 ID ഉള്ള ഇൻസ്റ്റൻസ് ഏതാണോ അത് ഗെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഇൻസ്റ്റൻസ് ഡോട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് എൻഡിൽ ഡിലീറ്റ് ഓപ്പറേഷൻ നടക്കുന്നു. ഈ ഇൻസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ഒരു വേരിയബിളാണ്. അത് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഗെറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ നെയിം മാത്രമാണ് ഇൻസ്റ്റൻസ്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ ലിസ്റ്റ് ചെയ്യിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന അതേ ആക്ഷൻ തന്നെ. നമ്മൾ മൂവി ഇൻഫോ ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ ഒരു റെക്കോർഡ്സ് റിട്രീവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത ഡേറ്റ അവിടെ പോയിട്ടുണ്ടാവും. പിന്നെ ലിസ്റ്റ് ഡോട്ട് HTML ആ ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഡിലീറ്റ് ഓപ്പറേഷൻ. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഫോം വരണം അല്ലേ. അതായത് ഈ ഡേറ്റ വെച്ചിട്ട് നിങ്ങൾ സാധാരണ കയറി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റ ആദ്യം യൂസർക്ക് കാണിക്കും, എന്നിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നമ്മൾ നേരെ എഡിറ്റിലെത്തുന്നു. ആദ്യം നമുക്ക് ഇതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത പോലെ തന്നെ ഏത് റെക്കോർഡാണോ ആ റെക്കോർഡിൻ്റെ ഇൻസ്റ്റൻസ് ഗെറ്റ് ചെയ്യണം. ഞാൻ ഒന്ന് റിനെയിം ചെയ്യണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൻസ് ടു ബി എഡിറ്റഡ് എന്നാണ് ഇത്. ഞാൻ ഒരു വേരിയബിൾ നെയിം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവേ. ഞാൻ വെറുതെ ഇൻസ്റ്റൻസ് ടു ബി എഡിറ്റഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുത്തതെന്നുള്ളൂ. താഴെ ഇൻസ്റ്റൻസ് ഒന്ന് കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻസ് ഒന്ന് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത്. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റ യൂസർക്ക് കാണിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ മൂവി ഫോം ഒബ്ജക്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ആ മൂവി ഫോം ഒബ്ജക്റ്റിനകത്ത് നമ്മൾ ഒരു വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു, ഇൻസ്റ്റൻസ് ഈക്വൽ ടു
അതായത് നമുക്ക് ആ ഡേറ്റ വെച്ചിട്ടുള്ള ഫോമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റൻസ് ഈക്വൽ ടു ഇൻസ്റ്റൻസ് ടു ബി എഡിറ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് നമ്മൾ തൽക്കാലം ആ create.html തന്നെ യൂസ് ചെയ്യാൻ എഴുതുക. അതായത് മൂവി ഡേറ്റയുടെ ഫോമിന് വേണ്ടി create.html വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഫോം തന്നെ ഉപയോഗിക്കുകയാണ്. അത് റൺ ചെയ്യുന്നു. ഓക്കെ, ഇത് കണ്ടോ? ഓക്കെ, നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുന്നതിനൊപ്പം ആ ഫോം ഡേറ്റയും കൂടെ വന്നേക്കുവാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് അത് വരുന്നത്. അതായത് നമ്മുടെ create.html ഇവിടെ ഫോം പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ എഡിറ്റിനകത്ത് നമ്മൾ വ്യൂസിനകത്ത് എഡിറ്റിൽ ചെയ്ത സമയത്ത് ആ ഫോമിനൊപ്പം നമ്മളൊരു ഏത് റെക്കോർഡാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഇൻസ്റ്റൻസൂടെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും ആ ഇൻസ്റ്റൻസിൽ കിടക്കുന്ന, അതായത് ഓൾറെഡി കിടക്കുന്ന വാല്യൂ ആ ഫോമിൻ്റെ വാല്യൂവിൽ പ്ലേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോൺ വിത്ത് ഉണ്ട്, അതിൻ്റെ ഡേറ്റ കണ്ട് ഇതിൻ്റെ വാല്യൂയും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഇനി ഈ യൂസർ ഇതിൻ്റെ ബട്ടണെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ബട്ടൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ സബ്മിറ്റ് എന്ന് മാറ്റിയിടുവാണ്. നമ്മൾ രണ്ടിനും ഉപയോഗിക്കാമല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ എഡിറ്റിൽ ഡേറ്റ ഇവർ ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റ കൂടെ അപ്ഡേറ്റ് ആവണം. അതായത് നമ്മുടെ ഏത് ഇൻസ്റ്റൻസ് ആണോ ആ ഇൻസ്റ്റൻസ്, ഈ ഗോൺ വിത്ത് എന്ന് പറയുന്നതിൻ്റെ ഇൻസ്റ്റൻസിനകത്ത് ആ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ക്രിയേറ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം അതായത് ഡേറ്റ പോസ്റ്റ് ചെയ്തതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി request.post. അതിനുശേഷം നമുക്ക് ആ പോസ്റ്റിലെ ഓരോ വാല്യൂം ഗെറ്റ് ചെയ്യുന്നു. പുതിയ ടൈറ്റിൽ ഏതാണെന്നുള്ളത് ഗെറ്റ് ചെയ്യുന്നു. ഇയർ ഏതാണെന്ന് ഗെറ്റ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് ഗെറ്റ് ചെയ്യുന്നു. ഇയർ ഏതെന്ന് ഗെറ്റ് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് ഗെറ്റ് ചെയ്തു. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഇൻസ്റ്റൻസ്, അതായത് ഇവർ പാസ് ചെയ്ത ഇൻസ്റ്റൻസ് ഏതെന്നുള്ളത് നമ്മൾ ഗെറ്റ് ചെയ്തെടുക്കണം. അതായത് പ്രൈമറി കീ ഏത് വാല്യൂ ആണോ ആ പ്രൈമറി കീക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ഏത് ഇൻസ്റ്റൻസ് ആണോ എന്ന് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിലീറ്റ് ചെയ്ത പോലെ തന്നെ മൂവ് ഇൻഫോ ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ് ഗെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ ഇൻസ്റ്റൻസിലേക്ക് വാല്യൂ സേവ് ചെയ്യുകയാണ്. ഇൻസ്റ്റൻസ് ഡോട്ട് ടൈറ്റിൽ ഈക്വൽ ടു instance to be edited dot title equal to title our description equal to year ഓക്കെ. പിന്നെ നമ്മൾ നേരെ ഇൻസ്റ്റൻസ് ടു ബി ഡിലീറ്റഡ്. ഇത്ര ഇപ്പം നമുക്ക്, അതായത് നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്തു, ആ ഒബ്ജക്റ്റിൻ്റെ ഓരോ ആട്രിബ്യൂട്ടിലേക്കും നമ്മൾ യൂസർ ഇൻപുട്ട് കൊടുത്ത വാല്യൂ കൊടുക്കുന്നു. അതിനുശേഷം സേവ് കൊടുത്തു.
എൽസ് കണ്ടീഷൻ ആണെങ്കിൽ ഓക്കെ ഓക്കെ, അതായത് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ആണെങ്കിൽ ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷൻ എല്ലാം ഗെറ്റ് ചെയ്യുന്നു. പിന്നെ അത് നമ്മുടെ ഇൻസ്റ്റൻസിലേക്ക് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ്. റിഫ്രഷ് ചെയ്തു ഗോൺ ഐ വിത്ത് വിൻഡ് എന്നുള്ളത് ഗോൺ വിത്ത് വിൻഡ് എന്നാക്കി, 2032 എന്നുള്ളത് 2011 ആക്കി. അതിനുശേഷം ഞാൻ സബ്മിറ്റ് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ലിസ്റ്റിൽ നോക്കിയാൽ അറിയാം, ഇപ്പോൾ നമ്മുടെ ഡേറ്റ മാറി. ഗോൺ വിത്ത് വിൻഡ് എന്നാക്കി 2015 മലയാളം. ഇതിൻ്റെ ഞാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. 12/23 എന്നുള്ളത് 2023 എന്നാക്കി. സമ്മറി ഞാൻ മാറ്റി. സേവ് ചെയ്യുന്നു. ഓക്കെ, ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എഡിറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതാണ്. ഫസ്റ്റിൽ നമ്മുടെ പ്രൈമറി കീ ഗെറ്റ് ചെയ്തു. ആ പ്രൈമറി കീ യൂസ് ചെയ്തിട്ടുള്ള ഏത് ഇൻസ്റ്റൻസ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ എഡിറ്റ് ചെയ്യേണ്ട ഇൻസ്റ്റൻസ് ഗെറ്റ് ചെയ്തു. പിന്നെ നമ്മളൊരു കണ്ടീഷൻ നോക്കിയിട്ടുണ്ട്. അതായത് അത് യൂസർ ബട്ടണെ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആണെങ്കിൽ യൂസർ ബട്ടണെ, അതായത് ഇവിടെ 2 കണ്ടീഷനിലാണ് നമ്മൾ എഡിറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ യൂസർ ഈ ഫസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ സേവിങ്സ് വേണ്ട നീഡില്ല. അതുകൊണ്ട് ഇവിടെ ഈ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിലേക്ക് കയറില്ല, നേരെ ഫോം മാത്രം ക്രിയേറ്റ് ചെയ്യും. ആ ഇൻസ്റ്റൻസിൻ്റെ വാല്യൂ വെച്ചിട്ട് ഉള്ള ഫോം ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് റെൻഡർ ചെയ്യുന്നു. അല്ലാത്ത കണ്ടീഷനാണെങ്കിൽ നമ്മൾ പാസ് ചെയ്ത ഇൻസ്റ്റൻസിലെ വാല്യൂസോടെ ഗെറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അത് സേവ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ഫോം ക്രിയേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്രയും പ്രോസസ്സുകൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനൊരു വഴിയുണ്ട്. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൂവി ഫോം ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഫോർം ഈക്വൽ ടു മൂവി ഫോം. അതിന് ആർഗ്യുമെൻ്റായിട്ട് 2 കാര്യങ്ങൾ കൊടുക്കുക. ഒന്ന് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കോമ ഇൻസ്റ്റൻസ് ഈക്വൽ ടു ഇൻസ്റ്റൻസ് ടു ബി എഡിറ്റഡ്. ഓക്കെ, അതിനുശേഷം ഇതൊന്നും വേണ്ട, വെറുതെ ഇത്രയും മാത്രം എഴുതുക. ഈ ഫോം അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്തേക്കുന്ന ഫോം പോസ്റ്റ് ചെയ്ത ഡേറ്റ എഡിറ്റു. ഫോമിലൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ആ ഡേറ്റ, അതായത് യൂസർ ഇൻപുട്ട് ചെയ്ത ഡേറ്റ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം. ആണെങ്കിൽ FRM ഡോട്ട് ഈസ് വാലിഡ് എന്ന് എടുക്കുക. ആണെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ചെയ്തത്ര ഒന്നും ചെയ്യേണ്ട, വെറുതെ റിക്വസ്റ്റ് ഒരു മൂവി ഫോം ക്രിയേറ്റ് ചെയ്യുക. അതിന് ആർഗ്യുമെൻ്റായിട്ട് ആ പോസ്റ്റ് അറേയും നമ്മൾ യൂസറിൻ്റെ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റും ജസ്റ്റ് ഏത് ഇൻസ്റ്റൻസ് ആണോ നമ്മൾ ഫെച്ച് ചെയ്തെടുത്തത് അതുകൂടെ പാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോം ഡോട്ട് ഈസ് വാലിഡ് എന്ന് പറഞ്ഞൊരു ഇഫ് കണ്ടീഷൻ, അതായത് അത് ഈസ് വാലിഡിൽ ഇപ്പോൾ നമ്മൾ യൂസറിൻ്റെ ഇൻപുട്ടും മോഡലിലെ ഡേറ്റ ടൈപ്പും ഒക്കെ തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിവിടെ ഇഷ്യൂ അടിക്കും. അതിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഇഫ് കണ്ടീഷൻ മനസ്സിലായിരുന്നു. ഇനി ഇതൊന്ന് വർക്ക് ചെയ്യണം. ലിസ്റ്റ് ചെയ്തു. ഓക്കെ, എഡിറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഇഷ്യൂ വന്നു. പോക്കറ്റ് ഫോം അന്നേരം ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ എൽസ് എഴുതിയിരിക്കുന്ന സ്ഥലം മാറിപ്പോയി. ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഹലോ LD എന്നുള്ളത് ഞാൻ പേര് മാറ്റി ഹലോ 2000 സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, ഡേറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് എഡിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഒരു മോഡൽ ഫോം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ്, എഡിറ്റ്, ഡിലീറ്റ് ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം നമ്മളിപ്പോൾ ഒരു
കംപ്ലീറ്റ് ക്രെഡ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് ജാങ്കിയിൽ ചെയ്യുന്നതെന്നുള്ളത് കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് കുറച്ചുകൂടെ മോഡൽസിൻ്റെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ഫങ്ഷൻസ് എങ്ങനെയാണ്, സെർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, പുതിയ പുതിയ ക്വറികൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഓക്കെ, ബൈ.